നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണൽ സ്റ്റേറ്റ് പ്രസിഡന്റ്. ബഹുമാനി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകൾ. ചില പ്രാദേശിക കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിൽ കിടക്കാം. മറ്റൊന്നുമല്ല, ഈ ശബരിപാതയ്ക്ക് വേണ്ടി സ്ഥലം അക്വയർ ചെയ്തിട്ട് 35 വർഷമായതൊക്കെ ചില പരാതി വന്നു. 35 വർഷമായി കല്ലിട്ട് പോയിട്ട് ഇതിലൊന്നും ആയില്ല. അതുകൂടാതെ തൃപ്പൂണിത്ത് അന്ധകാര വഴി എലിവേറ്റഡ് ഹൈവേ തുടങ്ങാൻ വേണ്ടിയും സ്ഥലമൊക്കെ അക്വിസിഷൻ കഴിഞ്ഞിട്ടുണ്ടായി. ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ആ നാട്ടുകാർക്ക് വളരെയധികം പ്രതിഷേധവും പരാതിയും എന്ന് വെച്ചാൽ വസ്തു വിൽക്കാനോ വാങ്ങാനോ പറ്റുന്നില്ല, അങ്ങനെ വിവാഹപ്രായത്തെ പെൺകുട്ടി നിൽക്കുന്നു എന്നൊക്കെ പദ്ധതിയുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഏതാണ്ട് ഒരു നിയമം എങ്ങനെയുണ്ട്, ഹൈക്കോടതി സുപ്രീം കോടതി പറഞ്ഞ നിയമം ഉണ്ടെന്ന് എൻ്റെ അറിവ്, ഞങ്ങളുടെ അറിവ്. അത് സർക്കാർ ഭൂമി അക്വിസിഷൻ നടത്തി കഴിഞ്ഞാൽ 3 വർഷത്തിനകം അത് എടുത്തില്ലെങ്കിൽ ആ അക്വിസിഷൻ ക്യാൻസലായി പോകുമെന്നും ഉടമയ്ക്ക് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ക്ലോസ് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു അറിവ്. ശരി തെറ്റാണെന്നറിയില്ല. അപ്പോൾ ഏതായാലും സർക്കാർ ഒരു കാര്യം ചെയ്യണം. ഈ ഭൂമി ഇങ്ങനെ അക്വിസിഷൻ നടത്തിയാൽ ഒന്നുമില്ല, അത് എടുക്കണം, അല്ലെങ്കിൽ അത് ഒഴിവാണ്. രണ്ടുമില്ലാത്ത അവസ്ഥയിൽ ഈ ആനയുടെ ഫ്രണ്ടിലെ കാലിന് കൈ എന്ന് പറയും, കയ്യിൽ വടി ചാരിക്കൊണ്ട് അയാൾ പോവും വെള്ളം അടിക്കാനൊക്കെ. ആനക്ക് അനങ്ങാൻ പറ്റില്ല, അനങ്ങാൻ വടി കായ തിരിച്ചു വരുമ്പോൾ തല്ലും എന്ന് പറഞ്ഞാലും ബാധ്യമാക്കല്ലേ എന്ന് വിനയപൂർവ്വം ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന അധികാരികളോട് അഭ്യർത്ഥിക്കണം. ശക്തമായ അമർഷവും പ്രതിഷേധം ഉണ്ടാക്കാതെ. മറ്റൊന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ആശുപത്രികളിലെ സമയമാറ്റം. ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ജില്ലാ നേതാവിൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ട് എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ കിടക്കൊണ്ട് ഞങ്ങൾ പോയി രാവിലെ. എന്താ അവിടെ തിരക്ക്! 4-5 ക്യൂ ഉണ്ട്, 4-5 ക്യൂ നിറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ ഒരു 12 മണി 12:05 അപ്പോഴും തിരക്ക് തന്നെയാണ്. അതിനർത്ഥം ഈ രാവിലെ സമയത്ത് എല്ലാവരും വരും. അതാണ് ഞങ്ങൾ നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശത്തിൻ്റെ കാതലായ വശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിലോസഫി ഇതാണ്. ലോകത്ത് പല വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വിപ്ലവമാണ് ഈ ട്രേഡ് റെവല്യൂഷൻ അഥവാ വ്യാപാര വിപ്ലവം. ആ വ്യാപാര വിപ്ലവം പറയുന്നത് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണെന്ന് പറയുന്നത് ഇല്ല, ലോകത്ത് ആദ്യമായിട്ട് ഞങ്ങൾ ഗ്രൂപ്പാണ് പറയുന്നത് വ്യാപാര വിപ്ലവത്തെക്കുറിച്ച്. ഭീഷൺ പദ്ധതിൻ്റെയൊക്കെ പ്രതിപക്ഷ അല്ലെങ്കിൽ എഡിറ്റോറിയൽ പേജിലൊക്കെ വലിയ റിപ്പോർട്ട് വന്നിട്ടുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. സെമിനാർ നടത്തിയിട്ടുണ്ട്. അതായത് രാവിലെ 6 മുതൽ 2 മണി വരെ എല്ലാവിധ ഓഫീസുകളും, ഒരു 3 മുതൽ 11 വരെ വ്യാപാര സ്ഥാപനങ്ങൾ, അവർ 8 മണിക്കൂർ. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് സേവനം അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങിയാൽ എന്തുമാത്രം നേട്ടങ്ങളുണ്ടാവും ഞങ്ങളെന്ന് പറഞ്ഞു. റോഡിൽ തിരക്ക് കുറയും, സ്ത്രീകൾക്കൊക്കെ ഉച്ചവരെ ഓഫീസ് കഴിഞ്ഞിട്ട് സന്ധ്യക്ക് പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് വീട്ടിൽ പോകാം. ഒരുപടി ആനുകൂല്യം, അതൊന്നും പറയുമ്പോൾ പറ്റില്ല, ഒരുപടി നേട്ടമുണ്ട്. അതുപോലെ സർക്കാർ ആശുപത്രികളിൽ രാവിലെ 6 മുതൽ 2 വരെ 8 മണിക്കൂറുണ്ടല്ലോ, ഒരു ഷിഫ്റ്റ്. ഒരു 3 മുതൽ 11 വരെ വേറെ ഷിഫ്റ്റ്. അപ്പോൾ എന്താ ഗുണം വെച്ചാൽ ഇപ്പോൾ സാധാരണ ആൾക്കാർ ഉറക്കമില്ല, അതുകൊണ്ട് തന്നെ വലിയ രോഗങ്ങൾ വരുന്നുണ്ട്. ഈ മൊബൈൽ കുത്തിയും ചാനലിരുന്നും 12 മണി 1 മണി കഴിയുമ്പോൾ എന്തെങ്കിലും ഉറക്കം വരുന്നത്, പിന്നെ അത് ഉറങ്ങില്ല. ഉറക്കശാസ്ത്രം പറയുന്നത് നമ്മളൊരു പ്രധാന സമയം 10 മണിക്കുള്ളിൽ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുത്ത് നമ്മൾ ഉറക്കത്തിൽ പോയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ചില പ്രവർത്തനങ്ങൾക്ക് ദൂഷ്യം ചെയ്ത് ഉറക്കം പോകുന്നതാണ്. ഡോക്ടേഴ്സിൻ്റെ തിയറി അതാണ്. അപ്പോൾ അതൊക്കെ വലിയ സംഭവം ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ പറയുന്നത് രാവിലെ ഒരു 6 മുതൽ 2 വരെ 8 മണിക്കൂർ. ഇത് പിന്നീട് വൈകിട്ട് 3 മുതൽ 11 വരെ 8 മണിക്കൂർ. അത് 2 ഷിഫ്റ്റ് ആണെങ്കിൽ ഇപ്പോഴുള്ള സംവിധാനം തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ 12 മണി വരെ ഉറക്കമൊഴിഞ്ഞ് ചാനൽ കാണാതിരിക്കുന്ന ആൾക്കാർക്ക് 11 മണിക്കൊക്കെ വന്ന് മരുന്ന് വാങ്ങിച്ച് പോകാൻ സംവിധാനമുണ്ട്. അങ്ങനെ വന്നാൽ ബസ്സിലെ തിരക്ക് കുറയും, എന്നാൽ ബസ്സിൽ ആവശ്യത്തിന് ആൾക്കാരെ കിട്ടും. ഇതിപ്പോൾ രാവിലെ മുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ സിറ്റിയിലേക്ക് ഒഴുകും. അപ്പോൾ നല്ല റഷായിരിക്കും. വൈകിട്ട് ഒരു 5 മണി ശേഷം സിറ്റിയിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഒഴുകും. അപ്പോൾ തിരക്കായിരിക്കും. ബാക്കിയുള്ള സമയത്തൊക്കെ ബസ്സിൽ സിറ്റിംഗ് കപ്പാസിറ്റി പോലും ഇല്ല.
ആ രാവിലെ വൈകിട്ട് കഴിഞ്ഞാൽ പിന്നെ സിറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാതെ ബസ് ഓടുന്നത്. ബസ് ഓടാതിരിക്കാൻ പറ്റുമോ? 5-10 ട്രിപ്പുള്ളപ്പോൾ. അങ്ങനെ ഒരുപാട് ഈ ആധുനിക സൗകര്യം ഉണ്ടെങ്കിൽ, ശാസ്ത്രീയമായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ എന്താണ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാത്തത്, ഉപയോഗിക്കാത്തത്? മനസ്സിലാകുന്നില്ല. എത്ര പ്രൊജക്റ്റുകളാണ് നമ്മൾ പാതി നടക്കരുത്. ഉള്ള പ്രൊജക്റ്റിൻ്റെ ബുദ്ധിപൂർവ്വമല്ല, ഇഴഞ്ഞിഴഞ്ഞ് നമ്മൾ അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ട് 25 വർഷമായി. 99-ലാണ്. 25 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്കമാലി കുണ്ടന്നൂർക്കൊരു 6 വരി പാത വന്നു. അത് വളച്ച് തിരിച്ച് ഗ്രാമങ്ങൾ ടച്ച് ചെയ്തിട്ട് ഒരു ഗ്രാമീണ പാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അതുപോലെ ഒരു പിന്നെ ഗ്രാമീണ ഹൈവേ ആയി അതമ്പതിച്ചത്. അത് നമ്മുടെ വിമാനത്താവളം, അമേരിക്കൻ വിമാനങ്ങൾ പോലും ഇവിടെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് പോകാനുള്ള അതിസന്നാഹത്തിലാണ് തുടങ്ങിയത്. അത് ബോംബെ ലോബിയുടെയൊക്കെ ശ്രമമായിട്ട് കർണാടക എടുത്ത് ആ പദ്ധതി ഇല്ലാതെയൊക്കെ ശ്രമിച്ചു. അത് ഞാൻ പറഞ്ഞില്ല എന്താണ്. അതിട്ടിപ്പോൾ സാധാരണ വിമാനത്താവളം ഇപ്പം എന്തൊരു അഡ്വാൻറ്റേജ് നമുക്ക്. ലോകത്ത് ഇത്രയും സുന്ദരമായി പിന്നെ റൺവേ ഇല്ലെന്ന് പറഞ്ഞാൽ ലോക പൈലറ്റുമാർ പറഞ്ഞല്ലോ, ഇത്രയും ഭൂമധ്യരേഖക്ക് നേരെ കിടക്കുന്നു, അടുത്ത് കിടക്കുന്നു, കാറ്റ് പിടുത്തിട്ട് നല്ല വിശാലമായി കിടക്കുന്ന സ്ഥലം, ഏറ്റവും നല്ല ഹൈവേ റൺവേ എന്നുകൊണ്ട് കൊച്ചിൻ ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് റൺവേ ആണ് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വളരെ ഉപകാരമാവും. ഇത് കഷ്ടപ്പെടാണ് ജനങ്ങൾക്ക്, ഇരിക്കാനും പറ്റില്ല. ഈ സ്റ്റാഫോ ഇത് ഞാൻ പറയില്ല, ഇന്ന് സർക്കാർ ആശുപത്രിയില്ലേ ഒ പി വന്ന ജനറൽ ഒ പിയിൽ 500-600 പേര്. പക്ഷേ 2-3 ടീമുണ്ട്, 3 ടീമുണ്ടെന്ന് എനിക്ക് ഞാൻ അന്ന് 600 പേരുമ്പോൾ ഒരു ടീമിന് 200 പേരല്ലേ. 200 പേരൊക്കെ ഡോക്ടർ പരിശോധിക്കാൻ പറ്റും. എന്ത് പരിശോധന ആയിരിക്കും അത്? അപ്പോൾ ദയവ് ചെയ്ത് ബന്ധപ്പെട്ട എൻ്റെ ഈ സംസാരിക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ പിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് അറിയും. എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, ജനങ്ങൾ കഷ്ടപ്പെടുത്താതെ. ഇതാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറി. സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ എങ്ങനെയാണ് ജയിച്ചെടുത്തതെന്നൊക്കെ അറിയാമല്ലോ. എല്ലാ മണ്ഡലങ്ങളിലും ഒരു 50,000 വോട്ട്, 60,000 വോട്ടിൽ താഴെ പൊതുവെ വരുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ അത് 160 അതിൻ്റെ ഇരട്ടി കൂടി. പിന്നെ ഞാനൊക്കെ 7-8 ഇന്ത്യൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി പഞ്ചായത്ത് വാർഡ് മുതൽ പിന്നെ ഇലക്ഷൻ പാർലമെൻറ്റ് എല്ലാവരും മത്സരിച്ചാണ്. 10-11 ഇലക്ഷൻ നേരിട്ട ഞങ്ങൾ ആരും ആ മണ്ഡലത്തിൽ പോയി വോട്ടുണ്ടാക്കിയിട്ടില്ല. സുരേഷ് കുടുംബം, അനിയനും ബന്ധുവും എല്ലാം കൂടി കൊണ്ട് തൃശ്ശൂർ അത് അവിടെ വന്ന് കൃത്രിമമായിട്ട് 50,000 കള്ള വോട്ടുണ്ടാക്കിയതാണ് ആളുകൾ. ഇപ്പോൾ അവരൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഇതൊക്കെ ചെയ്തിട്ട് പരാതി കൊടുത്തിരുന്ന ഒരു കാര്യം അന്വേഷിച്ചില്ല ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോഴേ അവിടുത്തെ ഡി സി പ്രസിഡന്റ് രേഖാവിന് കൊടുത്തിരിക്കുകയാണ്. അതിന് പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. എന്ത് നീതിയാണ്, എന്ത് അനീതിയാണ്, എന്ത് നമുക്ക് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താം. അതും ഭരണകക്ഷി അട്ടിമറി ചെയ്യാത്തല്ലേ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ ഒരു പാവിയായാൽ, പണ്ട് കോൺഗ്രസ് ഭരിക്കും അങ്ങനെ ചില പാവി അല്ലെങ്കിലും കുറെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് മാറ്റം വന്ന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നപ്പോഴാണ് അദ്ദേഹം പുതിയ ഒരു നിയമം ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഉള്ള നിയമം ശരിക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ഉണ്ടെന്നും അതിന് പവർ ഉണ്ടെന്നൊക്കെ ജനങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ്. അദ്ദേഹം മരിച്ചുപോയി. ഇന്നത്തെ അത് ചൂഷണം ചെയ്തിട്ട് ഒന്നുമില്ലാത്ത പല്ല് കൊഴിഞ്ഞ സിംഹം പോലെ യാതൊരു ശക്തിയും ന്യായവും ഇല്ലാത്ത വെറും ഒരു സംഘപരിവാറിൻ്റെ ഒരു ശാഖ പോലെയായി. അതായത് ഈ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ്സൊക്കെ പല പല പോരായി കണ്ടില്ലെന്നല്ല, അത് ഞാൻ പറയാറുണ്ട്. രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ട് പരാതി കൊണ്ട് പറയണം, നിങ്ങൾ രേഖാമൂലം അപേക്ഷിക്കും, ഒരു വോട്ടറാണ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. ഇത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, 3 പേരായിരുന്നു കമ്മീഷൻ അംഗം, ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന അംഗങ്ങൾ. പക്ഷേ അതിലിത്തവണ മോഡിജി തട്ടിപ്പ് നടത്തിയാണ് സുപ്രീം കോടതി ഒഴിവാക്കി ബാക്കിയത്. എന്നിട്ട് അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് ഒരു വളരെ ആഴത്തിൽ പരാതി ഉന്നയിച്ചിട്ട് അത് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രേഖാമൂലം ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് കാണിക്കണം ഒരു സ്ഥലം. അത് അങ്ങനെ ശരിയല്ല എങ്കിൽ അതിന് ഭയങ്കര ശിക്ഷയും കൊടുക്കുന്നു. എന്താ പറയുക?
അത് തലസ്ഥാന മാധ്യമങ്ങളിൽ നിന്ന് മാറ്റുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് MP IB ഈഡനെ പാർലമെന്റിൽ കൂടി ആ ചോദ്യം വന്ന് നേരെ മുഖ്യമന്ത്രി കിട്ടി. മുഖ്യമന്ത്രി ഒറ്റ വാർത്ത അത് പറ്റില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണോ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ശരി, നമുക്ക് അന്വേഷിക്കാം. എന്ത് കാര്യം കേട്ടാലും അത് ഏകപക്ഷമായിട്ട് ഇല്ല എന്ന് പറയാലോ. അല്ല, അത് അന്വേഷിച്ച് നടപടിയെടുത്തിട്ട് തീരുമാനമെടുക്കണം. യെസ് ഓർ നോ, ഓക്കെ. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ അത് ഇടപെട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഒരുപാട് ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിരുത്തരവാദിത്വപരമായ തീരുമാനങ്ങൾക്ക് സത്യമാണോ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മുടെ രേഖയൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ടാക്കുന്നതാണ് ജനങ്ങൾക്ക്. അത് ഒരു വശം നടക്കുമ്പോഴേ നമുക്ക് മറ്റൊരു വശം നമ്മൾ പറയേണ്ടിയിരുന്നു. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റവാളിയാവും. അതെന്തറിയോ? ആദ്യമായിട്ട് മൊയ്തീൻ ഷാ ഒരു വ്യക്തിയാണ് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ജീവൻ നമ്മൾ രക്ഷിക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബം അന്വേഷിക്കുക, അത് കഴിഞ്ഞ് നമ്മൾ കുടുംബക്കാരും വ്യത്യാസമുണ്ട്. പല പല കുടുംബങ്ങൾ ചെയ്യുമ്പോൾ കുടുംബക്കാരാകുന്നത് ബഹുജനാകുന്നത്. കുടുംബക്കാരെ നോക്കുക, അത് ഈ സമുദായത്തെ നോക്കാം. സമുദായം കഴിഞ്ഞ് സമൂഹത്തെ നോക്കുക. സമൂഹത്തെ നോക്കുമ്പോൾ എല്ലാം പെട്ട്. അങ്ങനെയാണ് എൻ്റെ ഗ്രേഡ് പോകേണ്ടത്. ഇത് ചിലവരുണ്ട് സമൂഹത്തെ മാത്രം നോക്കും, കുടുംബത്തെ നോക്കില്ല. ചിലരുണ്ട് സമുദായത്തെ മാത്രം നോക്കും, സമൂഹത്തെ നോക്കില്ല. ഇത് രണ്ടും തെറ്റാണ്. നമ്മുടെ സമുദായത്തെ നമ്മൾ ചിന്തിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന് എല്ലാം പെടുന്നതാണ്, കോമൺ പീപ്പിളാണ്, മേടിച്ച് ചെയ്യണം. അത് ചെയ്യാതെ ഒന്നുകിൽ കുറുപ്പിൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സമുദായം മാത്രം നോക്കുക, അല്ലെങ്കിൽ സമൂഹത്തെ മാത്രം, സമുദായത്തെ ഒഴിവാക്കുക. രണ്ടും തെറ്റാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പം സച്ചിൻ പൈലറ്റിന് രാഹുൽ ഗാന്ധി കൊണ്ടത് പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുകയാണ്. അതൊരു തെറ്റുമില്ല, ചെറുപ്പക്കാരാണ്, കുഴപ്പമില്ല. അത് പലരും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ നയിക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഖാർഗെ, നിങ്ങൾ എന്താണ് ഞങ്ങൾ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? അതിൽ അലസത കാണിക്കുന്നത് എന്താണ്? ആ പോയിന്റ് സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരാനും വികസിപ്പിക്കാനൊക്കെ എന്തൊരു താല്പര്യമാണ്. അതിൽ ഒരു തെറ്റുമില്ല. ഇപ്പം കേരളത്തിൽ നിന്ന് ചില 10% പോലും ഇല്ലാത്ത ചില ആൾക്കാർ ആണ് എല്ലാം നയിക്കുന്നത്. അതൊക്കെ നന്നോട്ടെ, ഒരു തെറ്റില്ല. പക്ഷേ 20% വരുന്ന ഒരു സമുദായമുണ്ട് ഇന്ത്യയിൽ. ഏതാണ്ട് 30 കോടിയോളം വരുന്നത്. അവരിൽ 99.9% വോട്ടും കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് ചെയ്താ. ഇത് അവരുടെ ഒരു പരിഗണന സംഭാഷണത്തെ ആ പേര് പോലും ഉച്ചരിക്കാൻ പറ്റത്തില്ല. ഈ പ്രിയങ്ക ഗാന്ധി ഉച്ചരിക്കുന്നില്ല, രാഹുൽ ഗാന്ധി ഉച്ചരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അങ്ങനെ വർഗങ്ങളായിട്ട് അറിയില്ല. 20% വോട്ട് നിങ്ങൾക്ക് 99% ചെയ്തിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്ത് പ്രതിപക്ഷമാണ്, എന്ത് കോൺഗ്രസ്സാണ്? അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറയും. അപ്പോൾ അവർ പറഞ്ഞു, ഇതിൽ പകുതി വോട്ട്, 1/3 വോട്ട് മുസ്ലിം സമുദായത്തിന് വോട്ട് BJP കൊടുത്തെങ്കിൽ BJP ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാ സ്ഥാനത്തിനും മാന്യമായിട്ട് അംഗീകാരം തരുമായിരുന്നു. ഇത് 16 വോട്ടുകളും കൊടുക്കാനുള്ള മുസ്ലിങ്ങൾ BJPക്ക് ഇന്ത്യയിൽ. പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കാൻ പോലെ ഒരു മുസ്ലിം ലിസ്റ്റിൽ പേരുണ്ടായി. കോൺഗ്രസ് അതുപോലും ഇല്ല. അപ്പോൾ നമ്മൾ പറയുന്നത്, സ്വന്തം സമുദായത്തിന് വേണ്ടി വാദിച്ചാൽ അയ്യോ അവർ വർഗീയവാദി അല്ലെങ്കിൽ ജിഹാദിയായി മുസ്ലിങ്ങളാണ്. ഇനി വാദിക്കാതെ ഇരുന്നാൽ മറ്റുള്ള മുമ്പിൽ നല്ല ഉള്ളവും ആ കൊള്ളാം, ഒരു മതേതരവാദിയല്ല ആണ്, പിന്നെ ദേശീയവാദിയാണ്. ദേശീയവാദിയായ മാത്രം മതിയുള്ളൂ. അതാ ഞാൻ പറയാം, ആദ്യം വ്യക്തി കഴിഞ്ഞാൽ കുടുംബം കഴിഞ്ഞാൽ കുടുംബക്കാർ കഴിഞ്ഞാൽ സമുദായം കഴിഞ്ഞാൽ സമൂഹം വരുമ്പോൾ എല്ലാം തീർന്നു, എല്ലാം പെടുന്ന സമൂഹം. ഇങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ റേഞ്ച് പോകുന്നത്, അല്ലെങ്കിൽ ഗ്രേഡ് പോകുന്നത്. ചിന്തിക്കേണ്ട കാര്യമില്ല. വ്യക്തിക്ക് ചിന്തിക്കും, കാരണം എനിക്ക് MLA ആവാൻ MP ആവാൻ താല്പര്യമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ സമുദായം നമ്മൾ നോക്കൂല. പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ TH മുസ്തഫ സാഹിബിനെ മരിച്ചുപോയി. അത് ആ സമുദായത്തിന് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി പോലും ഒരു കാര്യമായി ശ്രദ്ധയില്ലെന്നാണ് മക്കളുടെ പരാതി. മക്കൾ പറഞ്ഞെടുക്കില്ല, കാരണം അവർ വാപ്പനെ അനുസരിക്കുന്ന മക്കളും പിള്ളേരും വളരെ മര്യാദക്കാരായതുകൊണ്ട് അവർ പറഞ്ഞെടുക്കുന്നില്ല. ചില അച്ഛന്മാരെ കുറിച്ച് മക്കൾ പറയും പോലെ അല്ലെങ്കിൽ റിട്ടേൺ അടിക്കുന്ന സ്വഭാവം അവർക്കില്ല. അവർ മാന്യന്മാരക്കാര്യത്തിലേക്ക്. ഒന്നാമത് ഇസ്ലാം മത വിശ്വാസികളാണ്. അതായത് അള്ളാഹുവിൻ്റെ പ്രവാചനം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അച്ഛനുമാണ് ഏറ്റവും വലിയ കൺകണ്ട ദൈവം എന്ന് പറയുന്ന ചിന്തയുള്ളതുകൊണ്ട് അവരൊക്കെ ചെയ്യില്ല. എങ്കിൽ ആലോചിച്ച് നോക്ക്,
ആ സമുദായത്തെ ആ പിള്ളേരെ കൂടുതൽ വളർത്താൻ ശ്രമിച്ചോ? സമുദായം നോക്കിയോ? അന്യ സമുദായങ്ങൾ പിള്ളേർ ഇപ്പോൾ സഹായിച്ചിട്ടുണ്ട്. അത് ആ കാലം കഴിഞ്ഞ്. അതുപോലെ കോൺഗ്രസ് നേതാവ് കയറി കഴിഞ്ഞാൽ സമുദായത്തിൽ നോക്കൂല. പിന്നെ സമുദായത്തിൽ കൊടുക്കാതെ പരമാവധി പാര വെച്ചിട്ട് എനിക്ക് തടസ്സമായിട്ട് അവരെ കൊണ്ടുപോകില്ല, തോൽപ്പിച്ചോളെ, എന്നിട്ട് അന്യ ആൾക്കാർ കൊടുക്കും. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് എടുത്തു പറയുന്നില്ല. ഇവിടെ നമ്മൾ വർഗീയവാദിയായിട്ടല്ല, നമ്മൾ ദേശീയവാദിയാണ്, മതേതരവാദിയാണ്. ഇന്നിപ്പോൾ ഞങ്ങളൊരു മുന്നണി രൂപീകരിച്ചാൽ ഞാൻ പറയല്ലോ, നമുക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, യാതൊരുവിധ വർഗീയത, ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും പിന്നോക്ക് വർഗീയതയാണെങ്കിലും മുന്നോക്ക് വർഗീയതയാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും ഉദ്ധരിക്കുന്ന ഒരു ഇതാണ് OIM സർവസ്നേഹി. അപ്പോൾ അദ്ദേഹം സമ്മതിക്കരുത്. അങ്ങനെ അല്ലാതെ വേറൊരു ചിന്ത ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത, ഇപ്പോൾ BJP അല്ലെങ്കിൽ മറ്റേ ന്യൂനപക്ഷ പാർട്ടികൾ ചിന്ത, അത് നമുക്ക് പറ്റില്ല. ദേശീയ കാഴ്ചപ്പാടായിരിക്കണം, സർവ്വ എല്ലാവരും സ്നേഹിക്കുക. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നതാണ്, ഈ സച്ചിൻ പൈലറ്റിനെ എത്ര ശതമാനം സച്ചിൻ പൈലറ്റ് ഗുജ്ജാർ സമുദായം സംബന്ധിച്ചത് അത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടേക്കാണ്. ആ തീരെ പിന്നോക്കൊന്നുമല്ല, എന്നാലും പിന്നോക്കിട്ട് കിടക്കാം. ഞാൻ ഇപ്പോൾ നെറ്റിൽ നിന്ന് അടിച്ചു വിചാരിച്ചിട്ടാണ്. ആ സച്ചിൻ പൈലറ്റ് കൊണ്ടുവരാൻ കുഴപ്പമില്ല, രാജേഷ് പൈലറ്റിൻ്റെ മകനാണ്, കുഴപ്പക്കാരൊന്നുമില്ല. പക്ഷെ അതേ രാഹുൽ ഗാന്ധി എന്തേ ഒരു മുസ്ലിം, ഞാൻ പേര് പറയാം, ഞാൻ സമുദായം മുസ്ലിം ലീഡേഴ്സിനെ രംഗത്ത് വെച്ചത്? നിങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ ആളുകൾ ഒരു മുസ്ലിം പേരുള്ളൂ, രാഹുലെ, പ്രിയങ്ക്, സോണിയെ, കോൺഗ്രസ്. കാരണം നിങ്ങൾ 20% ദളിതിൽ നിന്ന് നിങ്ങൾ ദേശീയ പ്രസിഡന്റാക്കി വെച്ചല്ലോ, രാജ്യസഭ മെമ്പറാക്കി. ഓക്കെ, എന്തേ 20%? അതുപോലെ 20% മുസ്ലിം സമുദായത്തിന് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ അഞ്ചാമത്തെ 10ാമത്തെ ആളുണ്ടോ? നിന്ന് ഫോട്ടോ കണ്ടല്ലോ TV-യിലെല്ലാം. ഞാൻ ഇത് പറയുമ്പോഴല്ലോ, ഞാൻ വർഗീയവാദിയായിട്ട് പറഞ്ഞല്ല, സത്യത്തിന് നേരെ കണ്ണടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ളവരും ചിന്തകരും അതിനെ പ്രതികരിക്കും. അത് വർഗീയമല്ല. വർഗീയത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മറ്റ് സമുദായങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക തട്ടിപ്പിൽ കൂടി, അതിനാണ് വർഗീയം എന്ന് പറഞ്ഞത്. അല്ല, നമ്മുടെ സമുദായത്തിൽ നിന്ന് അർഹതപ്പെട്ട് നേടിയെടുത്ത് വർഗീയതല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെരട്ടിയൊന്നും പറയണ്ട. ഇവിടെ ചിലർ പേടിക്കുമ്പോൾ അയ്യോ മിണ്ടില്ല, അങ്ങനെ മിണ്ടി എൻ്റെ പാർട്ടി ഒഴിവാക്കും, പാർട്ടി നോട്ട് ചെയ്യും എന്നൊക്കെ പറയും. ശരിയായിരിക്കാം, ഞങ്ങൾക്ക് തന്നെ ആവശ്യമില്ല. ഞങ്ങൾ ഭയപ്പെടുന്ന 2 വർഗത്തിലും, ഒന്ന് സാക്ഷാൽ സർവശക്തനായ അള്ളാഹുവിനെ, അതായത് ദൈവത്തെ, മറ്റൊരു ജനങ്ങൾക്കാണ് ശക്തി. ഈ 2 ശക്തി ലോകത്തുള്ളൂ. അതുകൊണ്ട് ജനങ്ങളിൽ നമ്മൾ ഭയക്കും. ഒരു നേതാവിനും ഒരു പാർട്ടി നമ്മൾ ഭയപ്പെടില്ല, അത് സംശയമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ 20% എൻ ബ്ലോക്ക് ഇട്ട് 99% വോട്ട് ചെയ്ത് കോൺഗ്രസ് ജയിപ്പിച്ച് 100 ചില സീറ്റിലാക്കിയിട്ട് UP ബീഹാറില്ല എന്താക്കാത്തത്? അല്ല, മുസ്ലിം സമുദായത്തിന് കുറ്റം, അല്ലാതെ മറ്റു സമുദായങ്ങൾ മാത്രമല്ല. നിങ്ങൾ 10% താഴെ യാതൊരു ബീഹാർ, പിന്നെ UP ഒക്കെ വർഷങ്ങളായിട്ട് കൈപ്പിടിച്ചില്ലേ? 20% ദളിതിൽ തന്നെ UP-യിൽ 4% മുഖ്യമന്ത്രി, അത് പലരും ആസാം, ബീഹാർ ഉൾപ്പെടെ. എന്തെടോ മുസ്ലിം സമുദായമേ, നിങ്ങൾ ഈ മണ്ടനാണെന്ന് പറയുന്നത്? നിങ്ങൾ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? പാവപ്പെട്ട സമുദായത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ? മറ്റുള്ള സമുദായങ്ങളോട് ചിന്തിക്കണം. ഒപ്പം തന്നെയെങ്കിലും അത് അടുത്തെങ്കിലും നിങ്ങൾ ഈ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അപ്പോഴേ രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ, അത് നിഷ്പക്ഷമാവുള്ളൂ. നിങ്ങൾ നേതാക്കൾക്ക് നിങ്ങൾ പാർട്ടിയിൽ വന്ന് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും സവർണ നേതാവിൻ്റെ പിന്നിൽ ഉറച്ചു നിന്ന് പോകും. പണ്ട് കരുണാകരന് മുമ്പിൽ അടിച്ച മുറിയിൽ കിടന്ന് സാഷ്ടാംഗം ചെയ്ത് ഞാൻ മന്ത്രിയാക്കിയില്ല, ഞാൻ ചത്തുപോകും, ആംബുലൻസ് ആഴെ കിടക്കുന്ന മന്ത്രി ആൾക്കാരൊക്കെ ഉണ്ട് ഈ മുസ്ലിം സമുദായത്തിൽ, പേരൊന്നും പറയുന്നില്ല. അങ്ങനെ അയക്കോ, നിങ്ങളുടെ വ്യക്തി നേടിക്കോ. പക്ഷേ മറ്റുള്ളവർ ചിന്തിക്കണ്ടേ? മറ്റുള്ള സമുദായം കിട്ടുന്ന പോലെ അല്ലെങ്കിലും അതിനടുത്തെങ്കിലും എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ ചിരട്ട കൊടുക്കും എന്ന് പറയുമ്പോൾ അത്ര അല്ലെങ്കിൽ ഒപ്പെങ്കിലും ആനുപാതികമായിട്ട് കിട്ടട്ടെ എല്ലാ കാര്യത്തിലും. അതുണ്ടോന്ന് ഒറ്റ 3 MLA കോടീശ്വരാണ് ചോദിച്ചത്. അദ്ദേഹം എത്ര ആധികാരികമായിട്ട് എത്ര കാര്യമായിട്ടാണ് ഈ കോൺഗ്രസ് വേണ്ടി വാദിക്കുന്നതും പ്രവർത്തിക്കുന്നതും സ്ഥാനം കൊടുക്കുന്നതും. എന്താണ് അതുപോലെ? എന്താ കഴിവില്ലേ? മുസ്ലിങ്ങൾ കഴിവുള്ളവരില്ലേ? വിദ്യാഭ്യാസമുള്ളവരില്ലേ? ചിന്തകന്മാരില്ലേ? പണക്കാരില്ലേ? എന്തോ കോൺഗ്രസ് നേതാക്കൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ വോട്ടിന് മാത്രം ഒളിഞ്ഞൊത്തി കുഞ്ഞാക്കാനെയും തങ്ങളെയും പൊട്ടി പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വോട്ട് കിട്ടി ഭരിക്കാമെന്ന് ഇപ്പോഴും വിചാരിക്കട്ട. നെവർ. അതിൻ്റെ കണക്കുകൾ ഞാൻ നേരത്തെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പരസ്യമായിട്ട് വ്യക്തിത്വത്തോടെ പറയും. ആരും ഭയപ്പെട്ട് നമ്മൾ സംസാരിക്കില്ല, നീതി മാത്രമേ പറയുള്ളൂ. എന്നെ വിശ്വസിച്ച് ജനലക്ഷങ്ങൾ ഞങ്ങൾ ചാനലിൽ എൻ്റെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 10,000 ആൾ കൂട്ടി ഒരു ജാഥ വഹിക്കുന്നതിന് ശരിയാണ്. പക്ഷേ എന്തിനാ അത്രയും റോഡ് ബ്ലോക്ക് ചെയ്യണം? അതായത് ഈ സൗദി അറേബ്യയിൽ ഹജ്ജിൻ്റെ സീസൺ ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അതിൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി, നിയന്ത്രിക്കാൻ വേണ്ടി കൂടുതൽ പോലീസിനാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പട്ടാളത്തിനാക്കാൻ പറഞ്ഞു. അപ്പോൾ സൗദി ഗവൺമെൻറ് അറിയാവോ, അത്രയും തിരക്ക് കൂടും. മാരാമൺ കൺവെൻഷനിൽ 5ാമതൊരു മതം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും വർഗീയ കൂടുന്നു പറയുമ്പോൾ അതുപോലെ
അത് ആൾക്കാരെ എടുക്കില്ല തിരക്കൂടെ. അത് പോലീസ് വളരെ കുറച്ചുള്ളൂ. സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഇതൊക്കെ കൺമുന്നിൽ കാണില്ലേ? 10-50 ലക്ഷം പേര് പങ്കെടുക്കുന്ന സൗദി അറേബ്യയിലെ ഹജ്ജ് സീസണിൽ എത്ര പോലീസ് ഡ്യൂട്ടിക്ക് നോക്കുങ്ങൾ? നെറ്റിലടിച്ചൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കാം. അതുപോലെ മറ്റൊരു ഇവിടെ 10,000 ആൾ ഉണ്ടെങ്കിൽ 5,000 ആളുകൾ പോലീസ് ഉണ്ടാവും, പട്ടാളം ഉണ്ടാവും. അതുപോലെയാണ്. നമ്മളൊരു 10,000 ആളെ കൂട്ടി അല്ലെങ്കിൽ 5,000 ആളെ കൂട്ടി അല്ലെങ്കിൽ 1,000 ആളെ കൂട്ടി റോഡിൽ ഒരു പ്രകടനം നടത്തിയാൽ അത്രയും ബ്ലോക്ക് ആകുന്നല്ലാതെ അതിന് താഴെ അതിന് പകരം മൗത്ത് ടു മൗത്ത്, വ്യക്തി ടു വ്യക്തിയിലേക്ക് നമ്മൾ പ്രചരണം ചെയ്യുക, ബോധവൽക്കരണം ചെയ്യുക. ബോധവൽക്കരണം ചെയ്താൽ നമ്മുടെ സമൂഹം പ്രതികരിച്ച് നമ്മുടെ ബാധ്യതകൾ. അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ല കേവലം പഞ്ചായത്ത് മെമ്പർ ആകാനോ രാഷ്ട്രീയ MLA ആകാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല, നമ്മുടെ ഗ്രൂപ്പിലുമില്ല. അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ മൊയ്തീൻ ഷാ ജാതിക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ ബഹുജൻ സമാജ് പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴേ അന്ന് അവിടെ ചില നേതാക്കൾ പറഞ്ഞു, തെറ്റില്ല, ഷാ സാറ് മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു. മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു. മുസ്ലിങ്ങൾക്ക് വാദിക്കുന്നതല്ല, അതെന്ന് വെച്ചാൽ മറ്റുള്ള വാദിക്കും, അപ്പം മുസ്ലിങ്ങൾക്ക് വാദിക്കുന്നു. പിന്നെ വാദിക്കണ്ടേ? എൻ്റെ സമുദായമല്ലേ, എൻ്റെ സമുദായം എനിക്ക് സ്ഥാനമില്ല, അംഗീകാരം ഇല്ലെങ്കിൽ ഞാൻ ഏത് മനുഷ്യനാണോ? സ്വന്തം സമുദായത്തിൽ സ്ഥാനമില്ലാത്ത പല നേതാക്കൾ കണ്ടിട്ട് അവന് അമ്പല്ലാത്ത ചീത്താപ്പിൽ നടക്കാണ്ടല്ലേ? അവനെ സമുദായത്തിൽ ബന്ധമുള്ള സമുദായ പേര് പറയാൻ പേടിയാ. ലക്ഷ്യമില്ലാതെ ഒരു ന്യൂനപക്ഷം തെറ്റാണെന്ന് പറയും പരാതി. ഇപ്പോൾ DH മുസ്താ സാഹിബ് ഇരിക്കുമ്പോൾ ഞാൻ ന്യൂനപക്ഷക്കാരുടെ എന്നെ ബുദ്ധിമുട്ടിരിക്കുന്നു. നമ്മുടെ അസറുദ്ദീൻ കളിക്കാനില്ലേ, അയാൾ പറഞ്ഞു അവസാന ദിവസം ഞാൻ ന്യൂനപക്ഷമായിട്ട്. അത് ഞങ്ങൾ പറയില്ല ന്യൂനപക്ഷമായിട്ട് ഞങ്ങൾ ഒതുക്കുന്നു, ഞങ്ങൾ ഇരിക്കുമ്പോൾ നമ്മൾ പിടിച്ച് വാങ്ങി നേടിയെടുക്കണം. അത് കഴിവില്ലാത്തതിന് ന്യൂനപക്ഷ പേര് ഉപയോഗിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ഞങ്ങൾ ചുറ്റി പറയില്ല. പക്ഷേ നേടേണ്ടത്, കിട്ടേണ്ടത്, അർഹതപ്പെട്ട് നേടിയെടുക്കുന്നത് വർഗീയതല്ല, ജാതീയതല്ല, സാമുദായികവാദമല്ല. അതാണ് നമ്മൾ ജനിച്ചു വളർന്ന സമുദായം. ആ സമുദായത്തിന് വേണ്ടി വാദിക്കുക എന്നുള്ളത് മാനവധർമ്മമാണ്. ആ സമുദായത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയും വാദിക്കണം. അതാണ് മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുന്നു BSPയുടെ ആൾക്കാർ പറഞ്ഞത്. അവർക്ക് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, പറഞ്ഞത് തെറ്റുമല്ല, അവർ ചിന്ത അങ്ങനെയാണ്. മറ്റുള്ളതിന് ആ സമുദായ നേതാവ് പിന്നെ ആ സമുദായത്തിൽ ആരും എടുക്കില്ല, ചേർക്കില്ല, അന്യ ആൾക്കാർ എടുക്കുള്ളൂ. അവന് സ്ഥാനം പോകുന്ന പേടിയാണ്. അത് കഴിവില്ലാതെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ നേതാവായിട്ട് വന്നാൽ എൻ്റെ കഴിവ് പോകുന്നു, എനിക്ക് കഴിവില്ലാത്ത എൻ്റെ സ്ഥാനം പോകുന്നു വിചാരിച്ചാൽ ആ ചിന്തയുടെ സൈക്കോളജി പറയുന്നത് അവന് കഴിവില്ലെന്നുള്ള. കഴിവുണ്ടെങ്കിൽ ഏതാളെന്നാലും അവൻ്റെ പുറയിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഒപ്പയിൽ നിൽക്കുള്ളൂ. മൂളിപ്പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ കഴിവാണ്, എന്തുകൊണ്ട്. അപ്പോൾ ഇത്തരണത്തിൽ കോൺഗ്രസ് നേതാക്കളോടും മറ്റുള്ളവരും നമുക്ക് പറയാനുള്ളത്, ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സംവരണം, പഠനം, തൊഴിൽ, എലക്ഷൻ, ഇതിൽ 3 വേണം. അത് പൊതു സ്വകാര്യ മേഖല വേണം. അതിനൊക്കെ ഒരു മുന്നോടിയാണ് ഇപ്പോൾ ജാതി സെൻസസ് വേണമെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കൊക്കെ ഞാൻ വല്ലേ പക്വതയും പാകത കൽപ്പം കുറവുണ്ട്. കാരണം അത്ര വലിയ നേതാക്കളോ വലിയ പരിചയമൊന്നുമില്ല. എങ്കിലും അവർ കഴിയുന്ന പരമാവധി ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ തട്ടിപ്പിനെ കുറിച്ചൊക്കെ, തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ. അപ്പോൾ അത് നമ്മളെന്നുള്ള മനസ്സാ വാച കർമ്മണ അവർക്കും അവരുടെ അവരെ പിന്തുണക്കും നമ്മൾ പുറകിൽ നിന്ന് ബാഹ്യമായി പിന്തുണ കൊടുത്ത് അത് ശക്തമാക്കണം. അല്ലെങ്കിൽ അതിന്നിപ്പോൾ ഒരാൾ ഒരു സംഖ്യ അനുഭാവിയ ചാനലാണ്, ഒരു ക്രിസ്ത്യൻ സുഹൃത്താണ്, അദ്ദേഹം പറയാണ് അമേരിക്കയാണ് ഇടപെട്ടിരിക്കുന്നത്, മോഡിജിയെ 75 വയസ്സ് കഴിഞ്ഞാൽ താഴെ ഇറക്കണമെന്ന് പറഞ്ഞ് ശ്രമിച്ച് RSSനോട് പറയിപ്പിച്ചതൊക്കെ അമേരിക്കയാണ്. അമേരിക്ക ഇഷ്ടമല്ലെങ്കിൽ അത് ഏത് ശക്തിയാണെങ്കിലും അവൻ തകർത്ത് കളയും, അത് ഇന്ത്യയിൽ മാത്രമല്ല എവിടെയാണെങ്കിലും എന്ന് പുള്ളി ബോധമുണ്ടായി. അതൊരു മുസ്ലിം വിരോധം പറഞ്ഞു തരുന്ന ആളാണ്. മുസ്ലിങ്ങൾ എന്താ പറഞ്ഞറിയോ, ഞങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും പോലും ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നായി എന്ന് പറഞ്ഞ് മണ്ട ചിരോടി പറഞ്ഞാണ്. ഹിന്ദുക്കൾ ആരാ നിങ്ങൾ ധരിക്കുന്നത്? നിങ്ങളുടെ കൂടെ പാവയോ? ലോകത്ത് ഇത്രയും അന്തസ്സുള്ള ഒരു സമുദായം ലോകത്തിനുണ്ടോ ഹിന്ദുക്കളെ പോലെ? അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് കള്ളനും ചക്കരക്കും ചെത്താൻ കിട്ടുമോ? ഇല്ല. കുബുദ്ധികളും അല്ലെങ്കിൽ ദുഷ്ടന്മാരോട് ഇല്ലെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാ ജാതിയിലും ഇല്ലേ? അതിൽ ബഹുഭൂരിപക്ഷമാണ് ഹിന്ദുക്കളും മനുഷ്യ സ്നേഹികളും രാജ്യസ്നേഹികളും സമുദായ സ്നേഹികളും ഇതര മതസ്ഥരോടുള്ള സ്നേഹമുള്ളവരാണ്. അവർ നിങ്ങൾ കൂടി മുസ്ലിങ്ങൾ ഒതുക്കുക എന്ന് ഈ പറഞ്ഞ ചാനലിലെ ക്രിസ്ത്യൻ നേതാവ് ഒക്കെ വിചാരിച്ച് നടക്കില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മാറ്റി പറയുന്നത് സംഘപരിവാറിൻ്റെ ദൂഷത്തെക്കുറിച്ചും ക്രിസ്ത്യൻ സമുദായത്തെ പോലീസ് അവർ ആക്രമിച്ചെക്കുറിച്ചൊക്കെ പറയുന്നത് അടി കൊണ്ടപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പം മുട്ടി തുടങ്ങിയപ്പോൾ ക്രിസ്ത്യൻ സമുദായം നിങ്ങൾ എന്ത് കാരണത്താലും സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങളുടെ കുറേ നേതാക്കളുടെ ലാഭത്തിന് വേണ്ടിയല്ലേ?
ഒരിക്കലും ക്രിസ്ത്യൻ സമുദായത്തെ സംഘത്തിൽ നിന്ന് നേതൃത്വം അല്ലെങ്കിൽ നീതി കിട്ടില്ല. അത് നീതി കിട്ടിയ പിന്നെ പുള്ളി പോയ പിന്നെ പുള്ളിയുടെ തമ്മിൽ നീതി കിട്ടിയ പിന്നെ എന്ത് BJP എന്ത് RSS അവർക്ക് കുറച്ച് അജണ്ട ഉണ്ട്. ആ അജണ്ട വെച്ച് അവർ ചെയ്തേ തീരൂ, അല്ലെങ്കിൽ അവരെ തിരിച്ചടിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇത് മനസ്സിലാക്കുന്നത് അച്ഛന്മാർ വയ്യ കാലം പിടിച്ച് അല്ലെങ്കിൽ എന്തോ സ്വാധീനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പേടിയുടെ പേരിലൊക്കെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ അടികൊള്ളും, അടിച്ചു കൊള്ളും, ഒരു സംശയത്തില്ല. അപ്പം അടി കൊണ്ടുപോയിപ്പാണ് ഈ അച്ചായനൊക്കെ മര്യാദക്ക് പറഞ്ഞു തുടങ്ങി. മറ്റല്ല മുസ്ലിം വിരോധം തന്നെയാണ്, എല്ലാം വീഴ്ചകൊണ്ടിരിക്കുകയാണ്. ഒരു സത്യമില്ലാതെ സാമൂഹ്യമായിട്ട് പോലും ഞങ്ങൾ തകർത്തുകളെ. ആരെ പാമ്പ് കടിച്ചു കൊണ്ടപ്പോൾ ഞാനൂല് പറഞ്ഞേ ഞങ്ങളോട് വെച്ച് അങ്ങനെ ഇരിക്കുന്നു. എടോ, ഞാനൂലും മൂർഖം പാമ്പതിൽ എന്താ ബന്ധം? അതുപോലെ നിങ്ങൾ ഇന്ത്യയിൽ 80% വരുന്ന ഹിന്ദുക്കളാണ്, അവരെ കൂടി കൂട്ടുപിടിച്ച് നിങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങൾ സാമൂഹ്യമായിട്ട് പോലും മറ്റു പലതും പറഞ്ഞുകൂടെ എതിർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ നോക്കിയാണ് പറഞ്ഞത്. അങ്ങനെ ഹിന്ദുക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട കേട്ടാ. അതിൽ കുറച്ച് പേര് മോശക്കാരുണ്ടില്ല, ഒരു സംശയമില്ല. അതിപ്പോൾ എല്ലാ ജാതിയിലും ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളിപ്പോൾ പരിഷ്കാരങ്ങൾ, ആശുപത്രിയുടെ പരിഷ്കാരങ്ങൾ, മറ്റ് പരിഷ്കാരങ്ങളെല്ലാം ചെയ്യണം. ഇതുപോലെ സമുദായത്തിനെ നമ്മൾ ഒരുമിച്ച് കാണണം. വ്യക്തിക്ക് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും വാദിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയും വാദിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തിരിക്കണം. പക്ഷേ ഇലക്ഷനിൽ തട്ടിപ്പിനും തെറ്റിദ്ധാരക്കും മാറ്റി ചെയ്യണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.